നമസ്കാരം. വേദിക് വിശ്വാസിലേക്ക് ഏവർക്കും സ്വാഗതം. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡിസംബർ മാസത്തിലെ തണുത്ത രാത്രിയിൽ ബത്ലഹേമിൻ്റെ ആകാശത്ത് ലോകം ഇന്നേവരെ കാണാത്ത അത്രയും തീക്ഷ്ണമായ ഒരു അപൂർവ നക്ഷത്രം ഉദിച്ചുയർന്നു. ആ അത്ഭുത വെളിച്ചം കണ്ട് വിസ്മയിച്ച കിഴക്കുദേശത്തു നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരായ 3 ജ്ഞാനികൾ ആ പ്രകാശത്തെ മാത്രം പിന്തുടർന്ന് ഒരു പുൽക്കൂട്ടിലെത്തിച്ചേർന്നതായും അവിടെ ജനിച്ചു വീണ യേശുക്രിസ്തുവിനെ വണങ്ങിയതായും ബൈബിൾ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആകാശത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ആ ജ്യോതിസ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? വെറുമൊരു സാധാരണ നക്ഷത്രമായിരുന്നു അത്? അതോ പ്രപഞ്ചത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു മഹാത്മാവിൻ്റെ ജനനം, ആകാശക്കൂട്ടിൽ മുൻകൂട്ടി കുറിച്ചിട്ട ഗ്രഹങ്ങളുടെ ഒരു മഹാവിസ്മയമായിരുന്നു? ആധുനിക ശാസ്ത്രവും ഭാരതീയ വേദജ്യോതിഷവും ഇന്ന് ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അന്ന് ആകാശത്ത് ദൃശ്യമായത് കോടിക്കണക്കിന് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അതീവ അപൂർവമായ ഒരു ഗ്രഹസംഗമമായിരുന്നു. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജാതകം പരിശോധിച്ചാൽ ലോകത്തെ ഞെട്ടിക്കുന്ന എന്തെല്ലാം അമാനുഷിക ഗ്രഹനിലകളാണ് അതിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിൻ്റെ ജനനരാശിയും കന്യക എന്ന വാക്കും തമ്മിലുള്ള നിഗൂഢമായ ബന്ധമെന്താണ്? ജനകോടികളെ കാന്തിക ശക്തി പോലെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് തുണയായ ആ മഹാരാജയോഗങ്ങൾ ഏതാണ്? എല്ലാത്തിനുമുപരി അദ്ദേഹത്തിൻ്റെ ആത്മത്യാഗത്തെയും ദാരുണമായ കുരിശുമരണത്തെയും വർഷങ്ങൾക്ക് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ആ കറുത്ത ഗ്രഹത്തിൻ്റെ രഹസ്യം എന്താണ്? ചരിത്രവും ജ്യോതിഷവും കൈകോർക്കുന്ന, നിങ്ങളുടെ യുക്തിയെപ്പോലും വിസ്മയിപ്പിക്കുന്ന ആ വലിയ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ ജാതക രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി ഇറങ്ങിച്ചെല്ലാം. വീഡിയോ പൂർണ്ണമായും കാണുക, ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യരുത്. പ്രശസ്ത ഭാരതീയ ജ്യോതിഷ പണ്ഡിതനായിരുന്ന BV രാമൻ ഉൾപ്പെടെയുള്ള ലോകോത്തര ജ്യോതിശാസ്ത്രജ്ഞർ ചരിത്രരേഖകളും അക്കാലത്തെ ആകാശ പ്രതിഭാസങ്ങളും അതീവ സൂക്ഷ്മമായി അപഗ്രഥിച്ച് യേശുക്രിസ്തുവിൻ്റെ കൃത്യമായ ജാതകം പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗവേഷണങ്ങളിൽ ജ്യോതിഷ ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്തെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ജനന ലഗ്നം കന്നി ലഗ്നം വെർഗോ അസെൻഡൻ്റ് ആയിരുന്നു എന്നതാണ്. നമുക്കറിയാം, ഭാരതീയ വേദജ്യോതിഷത്തിൽ കന്നി എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം കന്യത എന്നാണ്. യേശുക്രിസ്തു കന്യകാമറിയത്തിൽ നിന്നും ജനിച്ചു എന്ന ക്രൈസ്തവ വിശ്വാസവും ബൈബിൾ വചനങ്ങളും ഭാരതീയ ജ്യോതിഷത്തിലെ ഈ കന്നി ലഗ്നവുമായി ഇത്രയും കൃത്യമായി ഒത്തുപോകുന്നു എന്നത് വെറുമൊരു യാദൃശ്ചികതയാണോ? തീർച്ചയായുമല്ല. പ്രപഞ്ചനാഥൻ ഭൂമിയിലേക്കൊരു അവതാരത്തെ അയച്ചപ്പോൾ ആകാശക്കൂട്ടിൽ എഴുതി വെച്ച വലിയൊരു അടയാളമായിരുന്നു ഇത്. പക്ഷേ രഹസ്യം അവിടെയും തീരുന്നില്ല. കന്നിരാശിയുടെ പ്രകൃതവും യേശുവിൻ്റെ ജീവിതവും തമ്മിൽ നോക്കിയാൽ നമ്മൾ വീണ്ടും അത്ഭുതപ്പെടും. ജ്യോതിഷശാസ്ത്രപ്രകാരം കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അതീവ വിനയം, അഹംഭാവമില്ലായ്മ, മുറിവേറ്റവരെയും രോഗികളെയും സുഖപ്പെടുത്താനുള്ള അപൂർവമായ കഴിവ്, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒരു യജ്ഞമാക്കി മാറ്റാനുള്ള സന്നദ്ധത, തൻ്റെ അടുത്തേക്ക് വന്ന കുഷ്ഠരോഗികളെയും അന്ധരെയും കേവലം ഒരു സ്പർശനം കൊണ്ട് സുഖപ്പെടുത്തിയ, രാജാക്കന്മാരുടെ മുൻപിൽ പോലും വിനയത്തിൻ്റെ പ്രതീകമായി നിന്ന, ഒടുവിൽ ലോകത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ യേശുക്രിസ്തുവിൻ്റെ ഓരോ ജീവിത നിമിഷവും ഈ കന്നി ലഗ്നത്തിൻ്റെ സ്വഭാവവുമായി
100% ഒത്തുപോകുന്നത്. ബൈബിളിൽ പറയുന്ന ആ ജ്ഞാനികൾ പിന്തുടർന്ന ബത്ലഹേമിലെ നക്ഷത്രം യഥാർത്ഥത്തിൽ ഒരു സാധാരണ നക്ഷത്രമായിരുന്നില്ല. മറിച്ച് ആകാശത്ത് നടന്ന കോടിക്കണക്കിന് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അതീവ അപൂർവമായ ഒരു ഗ്രഹസംഗമമായിരുന്നു എന്നാണ് ആധുനിക ജ്യോതിശാസ്ത്രവും ഭാരതീയ വേദജ്യോതിഷവും ഒരുപോലെ വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തു ജനിച്ച ആ കാലഘട്ടത്തിൽ ആകാശത്ത് ജ്യോതിഷത്തിലെ 2 പ്രബല ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും ഒരേ രാശിയിൽ ഒരേ ഡിഗ്രിയിൽ അതീവ പ്രകാശത്തോടെ ഒന്നിച്ചു ചേർന്നു. ശാസ്ത്രലോകം ഇതിനെ ഗ്രേറ്റ് കൺജങ്ഷൻ എന്ന് വിളിക്കുമ്പോൾ വേദജ്യോതിഷത്തിൽ ഇതിന് വലിയൊരു ആത്മീയ അർത്ഥമാണുള്ളത്. ആത്മീയതയുടെയും ജ്ഞാനത്തിൻ്റെയും ദൈവീക അനുഗ്രഹത്തിൻ്റെയും അധിപനായ ദേവഗുരു വ്യാഴവും കർമ്മത്തിൻ്റെയും കഠിനമായ ത്യാഗത്തിൻ്റെയും കാലത്തിൻ്റെയും അധിപനായ ശനിയും പ്രപഞ്ചത്തിൻ്റെ ആത്മീയ രാശിയായ മീനം രാശിയിൽ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ആ മഹാപ്രകാശം ഭൂമിയിൽ ദൃശ്യമായത്. മീനം രാശി എന്നത് മോക്ഷത്തിൻ്റെയും ആത്മീയതയുടെയും അവസാന ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ രാശിയിൽ വെച്ചാണ് ഈ 2 ഗ്രഹങ്ങളും പരസ്പരം ലയിച്ച് ഒരൊറ്റ വലിയ നക്ഷത്രത്തെ പോലെ പ്രകാശിച്ചത്. ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ കൃത്യത നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ജ്ഞാനത്തിൻ്റെ വ്യാഴവും ത്യാഗത്തിൻ്റെ ശനിയും മീനത്തിലൊന്നിച്ച ആ ശുഭസംഗമം കേവലം ഒരു മനുഷ്യൻ്റെ ജനനമല്ല, മറിച്ച് ഭൂമിയുടെ പാപഭാരം തീർക്കാൻ പോകുന്ന ഒരു മഹാനായ ആത്മീയ ഗുരുവിൻ്റെ, ഒരു ദൈവപുത്രൻ്റെ ജനനത്തെയാണ് പ്രപഞ്ചം ആകാശത്ത് വിളിച്ചറിയിച്ചത്. അതുകൊണ്ടാണ് കിഴക്കുദേശത്തു നിന്നുള്ള ആ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇതൊരു പുതിയ യുഗപ്പിറവിയുടെ അടയാളമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായതും അവർ ആ വെളിച്ചത്തെ പിന്തുടർന്ന് യാത്ര തിരിച്ചതും. ഇനി നമ്മെ വിസ്മയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ മറ്റ് അപൂർവ യോഗങ്ങളാണ്. ജനകോടികളെ ആകർഷിച്ച ആ ഹംസയോഗവും ഗജരേസരി യോഗവും എന്താണെന്ന് നമുക്ക് അടുത്തതായി നോക്കാം. ഒരു സാധാരണ ജാതകത്തെക്കാൾ ഉപരി ദൈവീകമായ നിയോഗമുള്ള മഹാത്മാക്കളുടെ ജാതകങ്ങളിൽ മാത്രം ദൃശ്യമാകുന്ന 2 അതിശക്തമായ യോഗങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ഗൃഹനിലയിൽ ഒരേ സമയം ഒത്തുചേർന്നിരിക്കുന്നത്. ഹംസയോഗവും ഗജകേസരി യോഗവും. ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ കാരകനായ അഥവാ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയുള്ള ആത്മാകാരക ഗ്രഹമായ ദേവഗുരു വ്യാഴം സ്വന്തം രാശിയായ മീനത്തിൽ 7ാം ഭാവത്തിൽ ബലവാനായി നിലകൊള്ളുന്നതിലൂടെയാണ് ഇവിടെ ഹംസയോഗം ജനിക്കുന്നത്. വേദജ്യോതിഷത്തിലെ ഏറ്റവും ഉന്നതമായ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നാണിത്. ഹംസത്തെ പോലെ അതീവ പവിത്രമായ മനസ്സും പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യത്തെ തിരിച്ചറിയാനുള്ള ആത്മീയ ജ്ഞാനവും ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്യാനുള്ള ദൈവീകമായ വെളിച്ചവും യേശുക്രിസ്തുവിന് നൽകിയത് ഈ ഹംസയോഗമാണ്. എന്നാൽ അത്ഭുതം അവിടെ തീരുന്നില്ല. ഈ വ്യാഴത്തോടൊപ്പം മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ കൂടി ഒന്നിച്ചു ചേരുമ്പോൾ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലമായ രാജയോഗമായ ഗജകേസരി യോഗം അവിടെ രൂപപ്പെടപ്പെടുകയാണ്. ആനയും സിംഹവും ഒന്നിച്ചു ചേരുന്നത് പോലെയുള്ള അജയ്യമായ ആത്മബലവും തേജസ്സുമാണ് ഈ യോഗം ഒരു വ്യക്തിക്ക് നൽകുക. ഇത്രയും വലിയ മഹാരാജയോഗങ്ങളും ദൈവീകമായ ഹംസയോഗവുമൊക്കെ ജാതകത്തിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു രാജകൊട്ടാരത്തിൽ ജനിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു രാജാവായി ജീവിക്കുന്നതിന് പകരം അതീവ ദരിദ്രമായ ഒരു പുൽക്കൂട്ടിൽ, ഒരു കാലിത്തൊഴുത്തിൽ അദ്ദേഹം ജനിച്ചു വീണത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെയും ചന്ദ്രൻ്റെയും അപൂർവമായ സംയോജനത്തിലാണ്. വേദജ്യോതിഷത്തിൽ ശനി എന്നത് ആഡംബരങ്ങളുടെയോ പ്രതാപത്തിൻ്റെയോ പ്രതീകമല്ല, മറിച്ച് അത് കഠിനാധ്വാനത്തിൻ്റെയും ലളിത ജീവിതത്തിൻ്റെയും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള
സാധാരണക്കാരുടെയും പ്രതീകമാണ്. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ കർമ്മത്തിൻ്റെ അധിപനായ ശനിയോട് ചേരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കൂടെ മാത്രമായിരിക്കും നിൽക്കുക. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കാൻ തക്ക ആത്മീയ ശക്തി ഉണ്ടായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഒരു സാധാരണ തച്ചനായി വിയർപ്പൊഴുക്കി ജോലി ചെയ്യാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. അധികാരത്തിൻ്റെ ചെങ്കോലേന്തിയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്കല്ല അദ്ദേഹം നടന്നുപോയത്. മറിച്ച് ശനിയുടെ സ്വാധീനത്താൽ പാവപ്പെട്ട മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളിലേക്കും കുഷ്ഠരോഗികളുടെയും അഗതികളുടെയും കുടിലുകളിലേക്കുമാണ് അദ്ദേഹം കടന്നു ചെന്നത്. അവരെ ചേർത്തുപിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് ജാതകത്തിലെ ഈ ശനിചന്ദ്ര സംഗമം നൽകിയ പരമമായ വൈരാഗ്യവും വിനയവും കൊണ്ടാണ്. കൊട്ടാരത്തിലെ സിംഹാസനത്തേക്കാൾ സാധാരണക്കാരൻ്റെ ഹൃദയത്തിലാണ് യഥാർത്ഥ ദൈവീകത ഇരിക്കുന്നത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു. എന്നാൽ ഈ ലളിത ജീവിതത്തിൽ നിന്നും ലോകത്തെ മുഴുവൻ നടുക്കിയ ആ കുരിശു മരണത്തിലേക്കും മഹാത്യാഗത്തിലേക്കും അദ്ദേഹത്തെ നയിച്ച ആ കറുത്ത ഗ്രഹത്തിൻ്റെ സ്വാധീനം എന്തായിരുന്നു? കേതു നൽകിയ ആ മോക്ഷരഹസ്യം നമുക്ക് അവസാന ഭാഗത്തിലൂടെ നോക്കാം. ഇനി നമ്മൾ ജാതകത്തിലെ ഏറ്റവും നിഗൂഢവും ചിന്തനീയവുമായ ആ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതം കേവലം 3 വർഷം മാത്രമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിന് തൻ്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കേണ്ടി വന്നത്? ഇതിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ നിലകൊള്ളുന്ന കേതു എന്ന നിഗൂഢ ഗ്രഹത്തിലാണ്. വേദജ്യോതിഷത്തിൽ കേതു എന്നാൽ ഭൗതികമായ നേട്ടങ്ങളുടെ ഗ്രഹമല്ല, മറിച്ച് അത് പരമമായ ജ്ഞാനത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഭൗതിക ശരീരത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെയും അഥവാ മോക്ഷത്തിൻ്റെയും പ്രതീകമാണ്. രാഹുവെപ്പോലെ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ ഓടാനല്ല, മറിച്ച് എല്ലാം ത്യജിച്ച് പരമപദത്തിലേക്ക് ഉയരാനാണ് കേതു ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുക. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും. യേശുക്രിസ്തു തൻ്റെ 30ാമത്തെ വയസ്സിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരസ്യജീവിതവും അത്ഭുത പ്രവർത്തികളും ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ കേതുദശ ആരംഭിച്ച കൃത്യം ആ സമയത്തായിരുന്നു. കേതു അദ്ദേഹത്തിന് പരമമായ ആത്മീയ തേജസ് നൽകിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ദൈവപുത്രനായി കണ്ടു. എന്നാൽ കേതുവിൻ്റെ സ്വഭാവം എന്തെന്നാൽ അത് ഭൗതികമായ ശരീരത്തേക്കാൾ ആത്മാവിൻ്റെ മോചനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കേതുദശയുടെ അവസാന നാളാളുകളിൽ ആ ദശയുടെ പരമാവധി തീക്ഷ്ണതയിൽ അദ്ദേഹം ആ ക്രൂരമായ കുരിശുമരണത്തിന് വിധേയനായി. ജ്യോതിഷപ്രകാരം കേതു നൽകുന്ന പരമാവധി ആത്മത്യാഗത്തിലൂടെയും സ്വന്തം ശരീരസമർപ്പണത്തിലൂടെയുമാണ് മാനവരാശിയുടെ പാപങ്ങൾ മുഴുവൻ തൻ്റെ ചുമലിലേറ്റി അദ്ദേഹം ആത്മീയമായ ആ പരമപദത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് ഉയർന്നത്. ശരീരം തകർക്കപ്പെടുമ്പോഴും ആത്മാവ് പ്രപഞ്ചത്തോളം വളരുന്ന ആ മഹാത്യാഗം ജാതകത്തിലെ 9ാം ഭാവത്തിലെ കേതുവിൻ്റെ പരമമായ പൂർത്തീകരണമായിരുന്നു. മരണത്തെ പോലും തോൽപ്പിച്ച് ഇന്നും കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ യേശു ജീവിക്കുന്നത് കേതു നൽകിയ ആ അമരത്വത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതെ സുഹൃത്തുക്കളെ, ജ്യോതിഷമെന്നത് കേവലം പ്രവചനം മാത്രമല്ല, പ്രപഞ്ചത്തിലെ മഹാത്മാക്കളുടെ ജീവിത നിയോഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു മഹാശാസ്ത്രം കൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ജാതക വിശകലനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും എന്തൊക്കെയാണ്? ഈ അറിവ് നിങ്ങളെ എത്രത്തോളം അത്ഭുതപ്പെടുത്തി? തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.
ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം ഈ വലിയ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തേണ്ടതല്ലേ? അതുകൊണ്ട് ഒരു നന്ദി സൂചകമായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കും. കൂടുതൽ ആധികാരികമായ വേദ ജ്യോതിഷശാസ്ത്ര രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ വേദിക് വിശ്വാസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി. മറ്റൊരു അത്ഭുതകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.